ദ വേ ടു ക്രിസ്മസ്. ഡിസംബർ 9 തന്നെ ഞങ്ങൾ സ്റ്റാറൊക്കെ വാങ്ങി പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഡിസംബർ 18 അലൈദയുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ പാടെ പിറ്റേന്ന് ഡിസംബർ 19 തന്നെ ആളിങ്ങെത്തി. അയ്മക്കുട്ടിക്ക് 23 ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അയ്മക്കുട്ടിയും ചേച്ചിയും ഇവിടെ എത്തി. ഇനി നമുക്ക് ഡിസംബർ 24 ക്രിസ്മസ് കാഴ്ചകൾ കാണാം. അയ്മ, എന്താ മാമി? ക്രിസ്മസ് അല്ലേ, നമുക്ക് പുറത്തോട്ടൊന്ന് പോയാലോ? എവിടെ പോകാം? പള്ളിയില്. ഏത് പള്ളിയിലാ? സ്നോമാനുള്ള പള്ളിയിൽ പോണോ? പോയാലോ? അങ്ങനെ ഞങ്ങൾ 6 പേരും കൂടി ആദ്യം പോയത് പുത്തൻതോപ്പ് ചർച്ചിലാണ്. ഇവിടെയാണ് അയ്മക്കുട്ടി പറഞ്ഞ പോലെ സ്നോമാൻ ഉള്ളത്. സ്നോമാനെ കണ്ടപ്പോൾ അയ്മയും അലൈദയും ഫുൾ ഹാപ്പി, കൂട്ടത്തിൽ ഞങ്ങളും. ഇവിടെയുള്ള എല്ലാ മരത്തിലും ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഈ കാഴ്ചകളെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. പിന്നെ അയ്മയ്ക്ക് ടോയും അലൈദയ്ക്ക് ഒരു പോപ്കോണും വാങ്ങി. സ്നോമാൻ എങ്ങനെയുണ്ട്? പിന്നെ ഞങ്ങൾ സെന്റ് ആൻഡ്രൂസ് ചർച്ചിലേക്കാണ് പോയത്. ഇവിടത്തെ കാഴ്ചകൾ നമുക്കൊരു പാട്ടിലൂടെ കണ്ടാലോ? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ, ദേവനാദം കേട്ടു ആമോദരായി. പിന്നെ ഞങ്ങൾ പോയത് സെന്റ് ആൻഡ്രൂസ് ബീച്ചിലേക്കാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ പടുകൂറ്റൻ ക്രിസ്മസ് പാപ്പയാണ്. കരോൾ സംഘത്തിൻ്റെ ഡാൻസും ഇവിടുത്തെ ലൈറ്റ്സും ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ഉടൻ തന്നെ അയ്മയും അലൈദയും ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിലേക്ക് വെച്ചു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ സുദിനം വന്നെത്തി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പൊട്ടറ്റോ കറിയും. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ചിക്കൻ ഫ്രൈയും പപ്പടവും സാലഡും മാംഗോ പിക്കിളും ഒക്കെ ഉണ്ടായിരുന്നു. അലൈദയുടെയും അയ്മയുടെയും അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അയ്മക്കുട്ടി അച്ഛനോട് വീഡിയോ കോളിലൂടെ സംസാരിച്ചു. ഈവനിങ് ആയപ്പോൾ അയ്മക്കുട്ടിയും അലൈദയും കാണാനായി എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങെത്തി. ഇവിടെ കുറച്ചു നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ തിരികെ വീട്ടിലേക്ക് പോയി. കേക്കും വൈനും ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? താരകം മണ്ണിലോ ആരവം നെഞ്ചിലോ ബാൻഡടിയോ മാറാകെ ഊരാകെ പല വഴികളിലെ വകകളിൽ ഒരു ചിരിയത് ഉള്ളാകെ നേരാനെ പട്ട പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. പട്ട പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. എല്ലാവർക്കും